നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ ഏറ്റവും വിശദമായിട്ട് നോക്കാൻ പോകുന്നത് മലബാറിലെ തീയർ എന്നൊരു സമൂഹത്തെക്കുറിച്ചാണ്. തീയർ എന്ന വാക്ക് അത് തീ എന്ന ദ്രാവിഡ വാക്കിൽ നിന്നാണ് വന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട വാദം. അഗ്നിയുമായിട്ടുള്ളൊരു ബന്ധം അത് അവരുടെ പല ആചാരങ്ങളിലും പിന്നെ കഥകളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദിവ്യർ, അതായത് ദൈവീകരായവർ എന്ന അർത്ഥത്തിൽ ആ വാക്കിൽ നിന്നും ഉദ്ഭവം എന്നും പറയുന്നുണ്ട്. അതുപോലെ വില്യം ലോഗനെ പോലുള്ള ചില ചരിത്രകാരന്മാർ അവര് ദ്വീപാർ, അതായത് ദ്വീപിൽ നിന്ന് വന്നവർ ആണെന്നും ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദ്വീപാർ എന്ന വാദത്തിന് അതിന് വേണ്ടത്ര തെളിവുകളില്ല. ഒരുപക്ഷെ തദ്ദേശീയരുടെ ചരിത്രപരമായ അവകാശവാദങ്ങളെ ഒന്ന് ദുർബലപ്പെടുത്താനുള്ള ഒരു കൊളോണിയൽ ശ്രമമായിട്ട് ഇതിനെ കാണുന്നവരുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരിന്റെ കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ഇനി ചരിത്രത്തിലേക്ക് കുറച്ചുകൂടി കടന്നു നോക്കിയാൽ പുരാണങ്ങളിലെ ഹൈഹയ വംശം, പിന്നെ വടക്കൻ കേരളത്തിലെ മൂഷക രാജവംശം, മന്നന്നാർ എന്നൊരു പ്രാദേശിക ഭരണവംശം, ഇവരുമായി ഒക്കെ ഒരു ബന്ധം പറയപ്പെടുന്നുണ്ടല്ലോ. അഗ്നിദേവനായ വീതിഹോത്രന്റെ വംശത്തിൽപ്പെട്ടവരാണ് ഈ മന്നന്നാർ എന്നും വീതിഹോത്രൻ എന്ന പേര് ലോപിച്ചാണ് തീയൻ ഉണ്ടായതെന്നും ഒരു പറച്ചിലുണ്ട്. ഇവരുടെ ആരാധനാരീതികളിലും ഈ ഒരു തനിമ, ഒരു വ്യത്യസ്തത കാണാൻ പറ്റുമല്ലോ. പ്രകൃതി, പൂർവികർ, പിന്നെ ആയുധങ്ങൾ, ഇതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. പ്രധാന കുലദേവതയായ ആര്യ പൂമാല ഭഗവതിക്ക് ഒരു വിഗ്രഹമോ രൂപമോ, എന്തിന് തെയ്യക്കോലം പോലുമില്ല. അതുപോലെ കണ്ണൂരിലെ മുത്തപ്പൻ ആരാധന വളരെ പ്രസിദ്ധമാണല്ലോ. അവിടുത്തെ മടപ്പുരകളിൽ പൂജ ചെയ്യുന്നത് മടയന്മാരെന്നറിയപ്പെടുന്ന തീയർ തന്നെയാണ്. ശരിയാണ്. തറവാടുകൾ കേന്ദ്രീകരിച്ചുള്ള ആ പൂർവികാരാധന വളരെ ശക്തമാണ്. പല കാവുകളിലും ക്ഷേത്രങ്ങളിലും നോക്കിയാൽ വിഗ്രഹങ്ങൾക്ക് പകരം വാൾ, പരിച അങ്ങനെയുള്ള ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ആരാധിക്കുന്നത്. ഇവർ പ്രധാനമായും ശാക്തേയർ, അതായത് ശക്തി ഉപാസകരാണെങ്കിലും ശിവനും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കൊട്ടിയൂർ പെരുമാൾ, ഘാട്ടൻ എന്നൊരു പ്രാദേശിക രാജവംശവുമായുള്ള ബന്ധം അവിടെ ഓർക്കാം. പിന്നെ വിഷ്ണുവിനും പ്രാധാന്യമുണ്ട്. വിഷ്ണുമൂർത്തി തെയ്യുമായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. പക്ഷെ പിന്നീട് ബ്രാഹ്മണ സംസ്കാരവുമായിട്ടുള്ള സമ്പർക്കം കാരണം കാലക്രമേണ ചിലയിടങ്ങളിലെങ്കിലും വിഗ്രഹാരാധന സ്വീകരിക്കപ്പെട്ടു എന്നും കാണാം. അപ്പോൾ ഈ ആരാധനാരീതികൾ പോലെ തന്നെ സാമൂഹിക പരിഷ്കരണ രംഗത്തും ഇവർക്ക് നല്ല പങ്കുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, വാഗ്ബടാനന്ദൻ. തീർച്ചയായും രാജാറാം മോഹൻ റോയുടെ ചിന്തകളൊക്കെ ഒരു പ്രചോദനമായിട്ടുണ്ട്. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ വടക്കൻ കേരളത്തിൽ ബ്രഹ്മസമാജം തുടങ്ങി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുവിനുമൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം ഹരിജനങ്ങൾക്ക്, അതായത് പുലയർക്കു വേണ്ടി കോഴിക്കോട്ട് സ്കൂള് തുടങ്ങി. പിന്നെ വാഗ്ബടാനന്ദനെ പോലെയുള്ള യുക്തിവാദികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, അദ്ദേഹമാണല്ലോ ഈ പ്രശസ്തമായ ULCC സ്ഥാപിച്ചത്. അതെ. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളും വലിയ സ്വാധീനം ചെലുത്തി. തലശ്ശേരിയിൽ തീയർ മുൻകൈയെടുത്ത് ഒരു ശിവക്ഷേത്രം പണിത് അതെല്ലാവർക്കുമായി തുറന്നുകൊടുക്കാൻ ഗുരുവിനെക്കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ചു. അത് അന്നത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയൊരു ചുവടുവെപ്പായിരുന്നു. എന്നാൽ ഈ പരിഷ്കരണ ശ്രമങ്ങൾക്കിടയിലും സ്വന്തം ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നും കേട്ടല്ലോ. ഈഴവരുമായി രേഖകളിൽ ഒന്നായി ചേർത്തതും മറ്റും. അതൊരു പ്രശ്നമായിരുന്നു. ജാതി വിവേചനത്തിനെതിരെ അവര് ശക്തമായി നിന്നു. ഒരുപക്ഷേ ഈഴവരുമായി ചില സാമൂഹിക കാര്യങ്ങളിൽ സാമ്യമുള്ളതുകൊണ്ടോ എന്തോ സർക്കാർ രേഖകളിലൊക്കെ അവരെ ഈഴവരുടെ കൂടെ തെറ്റായിട്ട് ഉൾപ്പെടുത്തി. അപ്പോ തങ്ങളുടെ ആ ഒരു തനതായ ചരിത്രവും സ്വത്വവും അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നല് വന്നു. അതിനെതിരെയാണ് പിന്നീട് ഈ തീയർ ക്ഷേമസഭ, തീയർ മഹാസഭ പോലുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കി സ്വന്തം ഐഡന്റിറ്റി ഉറപ്പിക്കാൻ ശ്രമിച്ചത്.